90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. മുന്നറിയിപ്പില്ലാതെ വരേണ്ട കാര്യം വന്നാ വരാതിരിക്കാൻ പറ്റുമോ? പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും പിന്മാറാൻ മകളും ഭർത്താവും തന്ത്രിയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തന്ത്രി അതിന് വഴങ്ങുന്നില്ല. തന്ത്രിയുടെ മകൾ ജാനകിയോടും മറ്റുള്ളവരോടും വന്ന് ദേഷ്യപ്പെടുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, എനിക്ക് ഇതുവരെ അമ്മയാവാൻ പറ്റിയിട്ടില്ല. തന്ത്രിയുടെ സങ്കടത്തിന് പരിഹാരം തേടി ബാല കിഷന്റെ അടുക്കലെത്തുന്നു. അവർക്ക് കുട്ടികളില്ല കിഷൻ, ആ മന അന്യം നിന്ന് പോകും. അതിനുള്ള പരിഹാരം കിഷൻ തന്ത്രിയോട് പറയുന്നു. തന്ത്രിയുടെ തീരുമാനത്തെ മകളും ഭർത്താവും എതിർക്കുന്നു. ആൾത്തറയിൽ കൈമളെ കാണാൻ ബാലാമണി എത്തുന്നു. ചിലപ്പോ എന്നിലൂടെയാവും പാപമുക്തി. ഇനി തുടർന്ന് കാണുക. ഇപ്പോഴുകൂടി ഞാൻ പറയാണ്, ബാലാമണിയെ അപമാനിക്കരുത്. ക്ഷണിച്ചത് അച്ഛൻ, അതോടെ അച്ഛന്റെ ജോലി കഴിഞ്ഞു. ഇനി എങ്ങനെ സ്വീകരിക്കണം അതെന്റെ ജോലിയാ. അത് ഞാൻ ചെയ്തോളാം. നമസ്കാരം. നമസ്കാരം. വൈകിയില്ലല്ലോ? ഇല്ല. എവിടെയെങ്കിലും ഊണ് കിട്ടുമെന്ന് കണ്ട വൈകുന്ന കൂട്ടത്തിലുള്ള ആളല്ലല്ലോ നീ. അതുകൊണ്ട് സമയം കൃത്യം. ഇതൊരു മാലയാ, ഇത് സ്വീകരിക്കണം. എന്തിന്? ഇത് ഇവിടുത്തെ പൂജാമുറിയിലെ എന്തിനാണെന്നാ ചോദിച്ചത്? ഐശ്വര്യാണ് ഇതില്ലത്തിരുന്നാൽ. ഈ ഇരിക്കുന്ന എന്റെ അച്ഛൻ ആരാണെന്നറിയോ നിനക്ക്? പ്രശസ്തനായ തന്ത്രി. ഇദ്ദേഹം ഇത്രയും കാലം പൂജിച്ചുണ്ടാക്കിയ ഐശ്വര്യത്തെക്കാൾ വലുതായിരിക്കോ നീ ഈ കെട്ടിക്കൊണ്ടുവന്ന മാല കൊണ്ടുണ്ടാവാൻ പോകുന്നത്? ഇദ്ദേഹത്തിന്റെ അറിവിന് മുമ്പിൽ ഞാൻ ആരുമല്ല. ഇങ്ങനെ ഒരു മാല ഇവിടെ തരണമെന്ന് കിഷന എന്നോട് പറഞ്ഞത്. ആണോ? എങ്കിലത് ആദ്യം പറയണ്ടേ? തരൂ. കിഷൻ തന്ന മാല എന്തായാലും എന്റെ ഹൃദയം പോലെ സൂക്ഷിക്കും. ഇതകത്തെ പൂജാമുറിയിൽ വെക്കണമെങ്കിലേ ഞാൻ തന്ത്രിയുടെ മകൾ അല്ലായിരിക്കണം. പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു രണ്ടാളും കൂടി. എന്റെ അച്ഛനെ അതിന് കിട്ടുമായിരിക്കും, പക്ഷെ എന്നെ കിട്ടില്ല. നിനക്ക് സദ്യ വേണമല്ലേ? നിന്റെ കാല് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകണമല്ലേ? ആ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചാ മതി. ഒരിക്കലും നടക്കില്ല. ഞാനല്ല ഇതൊന്നും ആവശ്യപ്പെട്ടത്. നീയല്ല, കിഷനെ കൊണ്ട് ചെയ്യിച്ചു. നടക്കില്ല. എന്റെ അടുത്ത് ഒരു കള്ളത്തരവും നടക്കില്ല. ഇറങ്ങിക്കോ മര്യാദയ്ക്ക്. ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാമെന്ന് വിചാരിക്കണ്ട നീ. ഇതിനാണോ എന്നോട് വരാൻ പറഞ്ഞത്? ക്ഷമിക്കണം, ഇവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. വേണ്ട, അത് വേണ്ട. സാരമില്ല, അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായി കുട്ടിക്കോളാം. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ള വരവ് ഒഴിവാക്കരുന്നു. ഇറങ്ങിപ്പോ. നിന്റെ നാടകമൊന്നും ഇവിടെ വേണ്ട. ഇവള് പറയുന്നുണ്ടോ ഞാനൊന്നും പറയാത്തെ? നാണോ ഇല്ലല്ലോ ഇങ്ങനെ തെണ്ടി കഴിക്കാൻ? രഘു, വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ അതിഥിയാണ്, അതിഥികൾ അപമാനിക്കരുത്. അച്ഛന് നാണോ ഇല്ലല്ലോ ഇങ്ങനെ ഒരു ചെറിയ പെണ്ണിന്റെ മുന്നിൽ തരം താഴാനായിട്ട്? ഒരു ബാലാമണിയും കിഷനും വന്നിരിക്കുന്നു. സ്വയം ഇറങ്ങുന്നോ അതോ ഞാൻ ഇറക്കി വിടണോ? പൊയ്ക്കോളാം. സന്തോഷേ, തൃപ്തിയായി. ചിരിക്കണ്ട, അനുഭവിക്കും നിങ്ങള്.
എന്തായടി ഇല്ലത്ത് ചെന്നിട്ട്? നല്ല സ്വീകരണമായിരുന്നോ? എടി, തന്ത്രിയുടെ മകൾ എന്റെ സുഹൃത്താ. ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ഞാനാ അവരെ അറിയിച്ചത്. അങ്ങനെ അവര് വന്നത്. ഞാൻ പറയുന്നത് പോലെ തന്ത്രിയുടെ മകൾ അനുസരിക്കൂ. ഇപ്പൊ നിനക്ക് കിട്ടിയില്ലേ? അതിനേക്കാൾ വലിയ അടികള് ഇനി നിനക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഞാനത് വാങ്ങിച്ചു തരാം. ഞാൻ പോയത് എന്റെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ടല്ല, ആ ഇല്ലത്തൊരു ഉണ്ണി പറക്കാൻ വേണ്ടിട്ടാ. എന്നെ അപമാനിച്ചു വിട്ടാൽ എനിക്കല്ല അതിന്റെ നഷ്ടം, തന്ത്രയുടെ മകൾക്ക് തന്നെയാ. ആ നഷ്ടം അവരങ്ങ് സഹിച്ചോളൂ. ഇതുവരെ നിന്റെ ഇഷ്ടത്തിന് കൂടെ പിടിക്കുന്ന തന്ത്രിയെ നീ കണ്ടത്. ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. പ്രതിഷ്ഠാകർമ്മം നടത്തി തരേണ്ടത് തന്ത്രിയല്ലേ? തന്ത്രിയില്ലാതെ നീ അതെങ്ങനെ നടത്തുമെന്ന് എനിക്കറിയണം. ഓരോന്നിനും ഓരോ വിധിയില്ല ബണ്ണിയടമ്മേ, അതുപോലെ വരും. ഞാൻ സങ്കടപ്പെട്ടാലും നിരാശപ്പെട്ടാലും ഒക്കെ ആ വിധി മാറാനും പോകുന്നില്ല. ഉണ്ടോ? അപ്പോഴും പ്രതിഷ്ഠാകർമ്മത്തിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ല? അല്ല, കാരണം അത് ഞാനായിട്ട് ആലോചിച്ച് ചെയ്യുന്ന ഒരു കർമ്മമല്ല, അതൊരു നിയോഗമാണ്. പിന്നെ നിയോഗം ജീവിക്കാൻ വകയില്ലാതായപ്പോ സൂത്രപ്പണിയുമായിട്ട് ഇറങ്ങിയതല്ലേടി അമ്മയും മോളും? നടക്കില്ലടി, ഞാനത് നടത്തിക്കില്ല. ഞങ്ങൾ ഇവിടെ വന്ന് കാലൂത്തി ആ നിമിഷം മുതൽ കേൾക്കുന്നതാ നടത്തില്ല നടക്കില്ല എന്ന മുറവിളി. അത് കേട്ട് ഞങ്ങൾ ഭയന്നിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഒട്ട് തിരിച്ചു പോവാനും പോകുന്നില്ല, പരമാവധി ശ്രമിക്കും. ഞങ്ങളുടെ ലക്ഷ്യം നല്ലതായതുകൊണ്ട് അത് വിജയിക്കുന്ന തന്നെ എന്റെ മനസ്സ് പറയുന്നത്. താൽക്കാലികമായി ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും, പക്ഷെ അവസാനത്തെ ജയം അത് ആൾത്തറ കൃഷ്ണന് തന്നെയായിരിക്കും. നമുക്ക് കാണാം. കാണാം. തന്ത്രയുടെ മകള് പുറത്താക്കിയത് എന്നെയാണെങ്കിലും എന്നെ ആ കർമ്മത്തിന് നിയോഗിച്ചത് കിഷനാ. വീട്ടിൽ വന്ന് കയറിയ ഐശ്വര്യത്തെയാ തന്ത്രയുടെ മകൾ ആട്ടി ഇറക്കി വിട്ടത്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഇല്ലത്തോ തന്ത്രയുടെ മകൾക്കും ഉണ്ടായ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്ക് തന്നെയായിരിക്കും, അവർക്ക് മാത്രമായിരിക്കും. എന്ത് ദോഷം ഉണ്ടാകാൻ? ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അവരത് നേരിട്ടോളൂ. പൂജയും വ്രതവുമായിട്ട് കഴിയുന്ന ഇല്ലത്താണോ ദോഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? ഇനി വന്നാൽ തന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല ആരും, അത് ഉറപ്പിച്ചോ. ഞാൻ ഇതിലൊരു കക്ഷിയല്ല, അത് മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾക്ക് രണ്ടാൾക്കും. ഭഗവാൻ തന്ത്രയുടെ മകളെ കൂടുതൽ പരീക്ഷിക്കാതിരിക്കട്ടെ, അത്ര മാത്രമേ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. ഓ, പ്രതിഷേധമാണോ? ഓ, നിന്നോട് പ്രതിഷേധിക്കാൻ ഞാൻ ആരാ? എല്ലാം ജഗഞ്ഞോളല്ലേ നീ. പരിഹസിക്കണ്ട മോളെ, നീ ചെയ്തത് മഹാ അപരാധമാണ്. ബാലാമണിയുടെ വില എത്ര വലുതാണെന്ന് നീ അറിയും. ബാലാമണി അവമാനിച്ചതിന് നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ആ കിഷൻ. കിഷൻ എന്നെ എന്ത് ചെയ്യുന്നു അച്ഛൻ പറയുന്നത്? ആ കുട്ടികളെ അച്ഛൻ ഇങ്ങനെ പേടിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് നാണം തോന്നുന്നത്. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അല്ല, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ? അത് ശരി, നിങ്ങൾക്കും തുടങ്ങിയോ പേടി? അതല്ല, അച്ഛനിങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോ കാലം അത്ര നല്ലതല്ല. പോരാത്തന് നമ്മള്. എന്നാ പിന്നെ അവള് വന്നപ്പോ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തി സദ്യ വിളമ്പായിരുന്നില്ലേ? നീ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാറ് പതിവുണ്ടോ ഞാൻ? ആണല്ലോ. അതുകൊണ്ട് ഇതുവരെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇനി ഉണ്ടാവുകയില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. വാ.
എന്തുറ്റി? ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നില്ലേ? അതെന്താ? ഒന്നുകൂടെ കുടിച്ചു നോക്കിയേ. ഇപ്പോഴോ? പറ്റുന്നില്ല. കുഴപ്പാവൂ? ഇറക്കാൻ പറ്റുന്നില്ല. ഇറങ്ങുന്നില്ല അല്ലേ? നീ എന്താ പറഞ്ഞത്? ബാലാമണി വിചാരിച്ചാൽ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലാന്ന് അല്ലേ? അനുഭവിച്ചോ? ഇത് ഗുരുവായൂരപ്പൻ തന്ന ശിക്ഷയാ. ബാലാമണിയെ അപമാനിച്ച് നീ ഇറക്കി വിട്ടില്ലേ, അതിന് കിട്ടിയ ശിക്ഷയാ. ഇത് തൊണ്ടയുടെ അകത്ത് കുരുങ്ങിയതുപോലെ തോന്നുന്നത് ശിക്ഷ ശാപമൊന്നുമല്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. ഒന്ന് ഞാൻ പറയാം. ഇനി ഇത് മോചനം വേണമെങ്കിൽ ബാലാമണിയെ ചെന്ന് കണ്ട് സമസ്താപരാധം ഏറ്റുപറഞ്ഞ് മാപ്പ് പറയേണ്ടി വരും. പെട്ടെന്ന് അലിയുന്ന മനസ്സാ, അതുകൊണ്ട് രക്ഷപ്പെടും. ഇനി എന്ത് ചെയ്യും? കുറച്ചു നേരം കൂടി കാക്കാം. നടന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവിയെ വലുത്. അതിന് ഒരാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല. അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാം. ഇത് മാറിയില്ലെങ്കിൽ ബാലാമണിയെ കാണാം, കാല് പിടിക്കാം. ബാലാമണി, എന്തേ? എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് മോശമായിട്ട് പെരുമാറി. അതിനുള്ളത് എനിക്ക് കിട്ടി. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കൂ. അമ്മേ, അമ്മേ. ഞാൻ വന്നത് ബാലാമണിയെ കണ്ട് മാപ്പ് പറയാനാ. എന്നെ ശപിക്കരുത്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. എനിക്കിപ്പോ പച്ചവെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല. അന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന ബാലാമണിയെ അത് നൽകാതെ അപമാനിച്ചു വിട്ടതിന്റെ ശിക്ഷയാത്. ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം. അതിന് ഞാനൊരിക്കലും ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചത് തന്ത്രദേഹം അല്ലേ, തരാതിരുന്നത് ചേച്ചി. രണ്ടും ഒരുപോലെ തന്നെ ഞാൻ എടുത്തത്. എനിക്കതിൽ ആരോടും പരിഭവവും ഇല്ല, പരാതിയും ഇല്ല. പിന്നെ എന്തുകൊണ്ടാ എനിക്ക് പച്ചവെള്ളം പോലും ഇറക്കാൻ പറ്റാത്തത്? അതെനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ബാലാമണിയുടെ മഹത്വം പറഞ്ഞു തന്നു. ഞാൻ ബാലാമണിയുടെ മുമ്പില് വെറും നിസ്സാരക്കാരിയാ. എന്റെ മാത്രം ജീവിതത്തില് സുഖം വരണമെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണക്കാരി. വേദമന്ത്രങ്ങൾ കേട്ടാ ഞാൻ വളർന്നത്. പക്ഷേ അതിന്റെ ഒരു ഗുണവും എനിക്കുണ്ടായില്ല. അതെന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. ബാലാമണി എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. ഞാനെന്നും ബാലാമണിയോട് കടപ്പെട്ടവളായിരിക്കും. എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ഓരോ മനുഷ്യരും ഓരോ സാഹചര്യത്തിനനുസരിച്ചാ പെരുമാറുന്നത്. അവരുടെ വാക്കും പ്രവൃത്തിയും മോശമാവുന്നതും നന്നാവുന്നതും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാ. വിഷമിക്കാതിരിക്കൂ. എനിക്കൊരു വിരോധവുമില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന പ്രകൃത മോളെ ഇവളുടേത്. ഉപദ്രവിച്ചവരോട് പോലും ക്ഷമിച്ച പാരമ്പര്യോ ഇവക്ക്. അറിയാം, അതങ്ങനെ വരൂ. പക്ഷെ എനിക്കെന്റെ തെറ്റ് തിരുത്തിയല്ലേ പറ്റൂ. ബാലാമണി വീട്ടിലേക്ക് വരണം. മുടങ്ങിപ്പോയി ആ ചടങ്ങ് നടത്തണം. അത് വേണോ? വേണം. എങ്കിലേ ബാലാമണി എന്നോട് പുറത്തുനിന്ന് ഞാൻ കരുതുള്ളൂ. എന്താ അമ്മേ, പോട്ടെ. സുഭദ്ര ഇവിടെ വന്ന് ക്ഷണിച്ചതല്ലേ, പോയി വാ മോളെ. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും പുണ്യം കിട്ടുമെങ്കിൽ അതായിക്കോ മോളെ. എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവണമെന്നല്ലേ നീയും ഞാനും ഒക്കെ ദിവസവും പ്രാർത്ഥിക്കുന്നത്. സർവേഭി സുഖിനാ സന്തു, സർവേ സന്തു നിരായിമ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖം അഭിനയത്. ഞാൻ വരാം. ഭക്തിയോടെ ശാന്തയായി തിരിച്ചു പൊക്കോളൂ. ബാലാമണി ഇന്ന് വരും, നാളെ പോവും. ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. ഭക്തി കളയാതിരിക്കും. ഭക്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. എനിക്കത് മനസ്സിലായി ബാലാമണി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം.
എന്നാ ഞാൻ അങ്ങോട്ട്. ആ ശരി. ആ മതി മതി മതി. തൃപ്തിയായില്ലേ? നിറഞ്ഞു. എല്ലാ അനുഗ്രഹവും ഉണ്ടാവും, എല്ലാം ഭംഗിയാവും. അത് മതി, സന്തോഷായി. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എനിക്കാരോട് ദേഷ്യമില്ല, സ്നേഹിക്കാൻ മാത്രമേ എനിക്കറിയൂ. ആ പ്രതിഷ്ഠയെ എതിർത്തിരുന്നവരാ ഞങ്ങള്. ഇനി എതിർപ്പുണ്ടാവില്ല. നന്നായി. ആൽത്തറ കൃഷ്ണൻ എല്ലാവരുടെ മനസ്സ് മാറ്റുന്നുണ്ട്. ആ വിഗ്രഹം കിട്ടാത്തതാണല്ലോ പ്രതിഷ്ഠ വൈകാൻ കാരണം. അത് കിട്ടുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഒരു തോന്നല എന്റെ ഉള്ളില്. ആ തോന്നല് ശരിയായി വരട്ടെ. ആ വിഗ്രഹം വന്നു ചേർന്നാലേ എല്ലാം ഭംഗിയാവും. ഞാനും പ്രാർത്ഥിക്കാം, വിഗ്രഹം എത്രയും വേഗം കിട്ടട്ടെ. അതെ, അതാണ് ഇനി വേണ്ടത്. എന്നാ വരട്ടെ. ശരി. ബാലാമണി മോളെ, എന്താ നായരെ, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചാണല്ലോ വരവ്. ഇതെന്താ കയ്യിലൊരു ചെടി? മൂകാംബിക വരെ പോയി, മനസ്സ് നിറഞ്ഞു തൊഴുതു. വരുന്ന വഴിക്ക് നമ്മുടെ അടിക തന്നതാ ഈ ചെടി. എന്നാ പിന്നെ അത് കൊണ്ടുവന്ന് ഈ മുറ്റത്ത് നടാമെന്ന് കരുതി. ഈ വീട് നമ്മൾ ഒഴിയുകയല്ലേ കേശവേട്ട? എന്നാലും മരം കാണുമല്ലോ. അല്ലെങ്കിലും നമുക്ക് കിട്ടുന്ന തണലൊന്നും നമ്മൾ നട്ട മരത്തിൻ്റെതല്ലല്ലോ. അത് ശരിയാ. ഏത് ചെടി അമ്മാവ് ഇത്? അതൊന്നും അറിയില്ല, അടികയ്ക്കും അറിയില്ല. രുദ്രാക്ഷം മുതൽ ചന്ദനം വരെ ആവാം. എന്നാ പിന്നെ കയ്യോടെ നടാം. വലിയൊരു യാത്ര കഴിഞ്ഞു വന്നതല്ലേ, അതിന്റെ ക്ഷീണം കാണും ചെടിക്കും. അതെ അതെ. എന്നാ പിന്നെ കുഴിയെടുക്കാൻ എന്തെങ്കിലും എടുത്തോ.
Dum 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 dum.